തന്നെ മെഗാസ്റ്റാർ. പക്ഷെ അവർ തന്നെയായി തിരിച്ചു വന്നിരിക്കുന്നു നമ്മളുടെ പ്രിയപ്പെട്ട ആക്ടേഴ്സ് who are part of amazing ആയിട്ടുള്ള ആശാൻ എന്ന ഈ സിനിമ. ഈ ഏതൊരു സിനിമയും അത് നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ we always say the captain of the ship is of course the director, and now it's time for us to celebrate that very director. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നമ്മൾ കണ്ടു കപ്പി. He followed that up with അമ്പിളി ആൻഡ് ഇപ്പോൾ ഇതാ ആശാൻ. അതിനിടയിൽ രോമാഞ്ചം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊഡ്യൂസറായും നമ്മൾ കണ്ടു. ഈ ഒരു സിനിമയിൽ he is playing multiple roles, that of a director, that of a producer, as well as a music director. ഓരോ സിനിമകളും വരുമ്പം ഇങ്ങനെ ജോലി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ. But you can see the exemplary result of the film as well. Ladies and gentlemen, നല്ലൊരു കൈയ്യടി. Let's welcome the director, producer and music director of Ashan, none other than John George. Dumpy Cinemas in association with Mayfair Films presents Ashan, a film by John. Congratulations. വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ബിക്കോസ് സിനിമയിലൂടെ കാഴ്ചവെക്കുക പ്രേക്ഷകർക്ക്, അതാണ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ സൂപ്പർ ഹിറ്റ് സോങ്. താങ്ക് യു. എന്ത് തോന്നുന്നു ഇന്ന് ഇവിടെ ഈ ട്രെയിലർ ലോഞ്ചിൽ നിൽക്കുമ്പോൾ? എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് ലൈഫിൽ. ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് മാറി കിട്ടിയില്ലേ? ഇപ്പൊ മാറി. അവിടെ ഇരുട്ടായതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് മനഃപൂർവ്വം ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ പണിയതായതുകൊണ്ട് കാണുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ജോൺ പറഞ്ഞോണ്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ഞാൻ തന്നെയാണ്, ലൈറ്റ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും വന്നു, ഭയങ്കര സന്തോഷം എല്ലാവരെയും ഇവിടെ കാണുമ്പോഴത്തേക്കിന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഭയങ്കര രസമായിട്ടുണ്ട് കണ്ടോണ്ടിരിക്കാനായിട്ട്. പല ചാനലുകളും രഞ്ജിന് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരുന്ന് കൈയൊക്കെ അടിക്കുന്നു. ഞാനിപ്പോ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് കൈ അടിച്ചു. അപ്പൊ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് വേഫെയർ ടീമിനോടാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തങ്ങ് വേറെ സ്പേസിലേക്ക് വെച്ചു. കാരണം അവരാ സിനിമ കണ്ടു, ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വേഫെയർ ടീം, പിന്നെ ദുൽഖർ. എൻ്റെ ഒരു ട്രാവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2010 ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. അപ്പം ഞാൻ ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയായതുകൊണ്ട് അതൊന്ന് പറയണം തോന്നി. ആദ്യമായിട്ട് ഞാൻ 26 സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. 26ാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള. ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ്. അപ്പോൾ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്നാണ്. ട്രാഫിക്കിന് ശേഷം മുമ്പും പിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം രാജേഷ് പിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താഹിർ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ, ചാപ്പാഗിരിച്ച്, നീലാകാശം, പച്ചക്കടൽ, അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ 2 ആശാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു 1.5 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ്, ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ. ഞാൻ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിനൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളടാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമയെ എത്തിക്കുകയും ചെയ്തു. അവർക്കൊരു വലിയ നന്ദിയും കയ്യടിയും നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ
എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പറക്കാം. വൈഫെയർ ഫിലിംസിൻ്റെ ആണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വൈഫെയർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നെ പേടിച്ച് ഞാൻ കടുവ പുലിയൊന്നുമല്ല. പുള്ളി ഒന്ന് ചുമ്മാ ഒരു രസം, എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എൻ്റെ കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കഴിഞ്ഞ് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ ദേവന്മാരും അല്ല, എന്നാലും നല്ല അഭിനയം കാഴ്ചവെച്ച്. ഇപ്പം ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ, അല്ലെങ്കിൽ ഞാൻ പറ്റുമോ. നല്ല ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഇപ്പോൾ ഇന്ദ്രൻസ് എന്നെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയിമായിക്കൊണ്ടിരിക്കുക. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്നപ്പെട്ടിരുന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകളുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, അതിൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ, ജലധാര പമ്പ് സെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിയുന്നില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ഷിനിഗാമി, കുട്ടന്റെ ഷിനിഗാമി. നിങ്ങൾ ആരെയും കണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നെ കളിയാണ് കളിച്ചിരിക്കുന്നത്. നിങ്ങളാരും വിശ്വസിക്കത്തില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പമായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയാണ് കേട്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീവെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നടന്മാരുടെ കുറവ് കൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമൊന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ ഒത്തൊരു സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്. പ്രൊഡ്യൂസർ എന്ന നിലയിലും ജോൺ പൊളന്നാളുടെ ലൈഫ് പാർട്ണർ എന്ന നിലയിലും എൻ്റെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്.
അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂരജേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളുണ്ട്, പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. അതുപോലെ ഇത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രയാസമേറിയൊരു യാത്രയായിരുന്നു സിനിമ നിർമ്മിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ പല പല സെക്ടറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആശാൻ ആക്ച്വലി ഒരു ടോട്ടൽ എന്റർടൈനർ ആണ്. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായി കുഞ്ഞിക്കവളുടെ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് കരയും എന്നൊക്കെ ഉള്ളത്. അത് പിന്നെ ജോൺ എപ്പോഴും ഒരു ചെറിയ കരച്ചിൽ ഉണ്ട് ഭാഗത്ത്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഒരു 90% ഫുൾ ഓൺ എന്റർടൈനർ ആണ്. സോ അത് അഷ്യൂർഡ് ആണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിനുള്ള പ്രധാന റീസൺ രാധാകൃഷ്ണൻ ചേട്ടനാണ്. അത് ആ തിയേറ്ററിലെ ആ സൗണ്ടും ഇതും എല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ രോമാഞ്ചം തന്നെ ആക്ച്വലി പലരും തിയേറ്ററിൽ കാണാതെ പലരും OTT കണ്ടിട്ട് പറഞ്ഞു അത്ര വർക്കായില്ല. ഞാൻ അന്നും പ്രൊമോഷൻസിന് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ആശാൻ ഇസ് വൺ ഓഫ് സച്ച് മൂവി. കുഞ്ഞു ചില്ലിന കാഴ്ചയൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിടാം. വാക്കിലുള്ളതോ രൂപമാകവേ നൂറു ഭാവമാൽ ഭംഗിയിടാം. അച്ഛൻ ഈ രണ്ടുപേരും പാടിയിട്ടുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഇത് ഭയങ്കര വലിയൊരു മൂമെൻ്റാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോണിനെ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല, എത്രയോ വർഷങ്ങളായിട്ട്. അതായത് ട്രാഫിക് വർക്ക് ചെയ്യുന്ന സമയം ഞാൻ ട്രാഫിക് മിക്സ് ചെയ്യുമ്പോൾ അന്ന് ജോൺ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എങ്ങനെയോ ആക്സിഡൻ്റലി ഞാനും അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അത് എപ്പോഴും സംഭവിച്ച കാര്യമാണ്. പിന്നെ ഒരുപാട് കണക്ഷൻ എനിക്കൊന്ന് മ്യൂസിക്കലിയും കൂടെ കണക്റ്റഡ് ആണ്. കാരണം എൻ്റെ അച്ഛൻ സംഗീത സംവിധായകനാണ് MG രാധാകൃഷ്ണൻ. സോ അത് ട്രിവാൻഡ്രമായിട്ടും ജോണിനൊരു ബന്ധമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പഠിച്ച അതേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളും കൂടെയാണ്. സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ, വെറുതെ ഒന്നും അല്ല മ്യൂസിക് ചെയ്യുന്നത്, സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾ തന്നെയാണ്. സോ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ്. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഷൂട്ടിംഗ് കണ്ടിട്ടില്ല, ഷൂട്ടിംഗ് ലൈവായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇതൊന്ന് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിയലി നടക്കുന്നത്, സിനിമയ്ക്കകത്ത് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി, അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്താണെന്നുള്ളത് കൃത്യമായി ഇമോഷണലി തമാശ രൂപത്തിൽ പല പല ഇമോഷൻസിൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ